ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നാം ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ആത്മതപനത്തിൻ്റെയും ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെയും നാളുകളിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടതിനെയൊക്കെ കുറച്ച് വർജിക്കുകയും കൂടുതൽ സമയം വേദപുസ്തക വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആത്മതപനത്തിൻ്റെ നാളുകളാണ് ഈ നോമ്പ് കാലഘട്ടം. നോമ്പ് കാലഘട്ടത്തിൽ മാത്രം ഉരുത്തിരിയുന്ന ഒരു വിശ്വാസ സംഹിതയല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ശരിക്കും നോമ്പ് കാലം എന്നത് തുടർന്നുള്ള ജീവിതത്തിൻ്റെ പ്രയാണത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ അനുഭവിക്കുന്നതിന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദിവസങ്ങളാണ് ഓരോ നോമ്പ് കാലഘട്ടവും. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിന് കാരണമാകുന്ന ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ദിവസങ്ങളാകട്ടെ ഈ വിശുദ്ധിയുടെ നാളുകളെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ചിന്തയെ പവിത്രമാക്കുന്ന ശ്രേഷ്ഠമായ ഒന്നാണ് യേശു കുരിശിൽ വെച്ച് പറഞ്ഞ മൊഴികൾ. 7 തിരുമൊഴികളാണ് കുരിശിൽ വെച്ച് യേശു സംസാരിക്കുന്നത്. അടുത്ത് കിടക്കുന്നവരോടും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരോടും ദൈവത്തോടുമായി യേശു 7 തവണ സംസാരിക്കുന്നുണ്ട്. അത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നാം സവിശേഷപരമായി ചിന്തിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. യേശു കുരിശിൽ വെച്ച് പറഞ്ഞ 7ാമത്തേതും അവസാനത്തേതുമായ മൊഴിയാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസ്തുത വാക്യം ഇപ്രകാരമാണ്: യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അതായത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. അഥവാ ഇത്രയുമാണ് യേശു അവസാനമായി കുരിശിൽ വെച്ച് പറയുന്നത്. 1ാമത്തെ മൊഴിയും 2ാമത്തെ മൊഴിയും തമ്മിലുള്ള സാമ്യം എന്താണെന്ന് ചോദിച്ചാൽ, 2 തിരുമൊഴികളും ആരംഭിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന മൊഴികളാണ്. അത്യന്തം ഹൃദയവേദന നിറഞ്ഞിരിക്കുന്ന നീർച്ചൂളയുടെ അവസ്ഥയിൽ, തീച്ചൂളയുടെ അനുഭവത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ആത്മാവിനെ പിതൃകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അഥവാ ദൈവകരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരാജിതനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആർത്തനാദമല്ല നിഴലിക്കുന്നത്. നേരെ മറിച്ച് ഈ മൊഴിയിൽ നിഴലിക്കുന്നത് വിജയശ്രീലാളിതനായി വരുന്ന ഒരു യോദ്ധാവിൻ്റെ വിജയഭേരിയാണ് ഈ വാക്യത്തിൽ ഉടനീളം മുഴങ്ങി നിൽക്കുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് യേശു ഉച്ചസ്ഥായിയായി വിളിക്കുന്നതിലൂടെ ഈ വാക്യം നമുക്ക് ചില ബോധനങ്ങൾ നൽകുന്നുണ്ട്, ചില ഉറപ്പുകൾ നൽകുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്താണ് ഈ തിരുമൊഴി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഒന്നാമതായി, യേശു പ്രാർത്ഥിച്ച് ജീവനെ വെടിയുന്നു. യേശു പ്രാർത്ഥിച്ച് ജീവനെ വെടിയുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് യേശു പറയുമ്പോൾ ഈ വാക്യത്തിന് 31-ാം സങ്കീർത്തനം 5-ാം വാക്യവുമായി വളരെ സാമ്യമുണ്ട്.
31-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇപ്രകാരമാണ്: നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. എല്ലാ യഹൂദന്മാരും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് 31-ാം സങ്കീർത്തനം 5-ാം വാക്യം. വളരെ ചെറുപ്പം മുതൽ യേശുവിനെ പ്രിയ മാതാവ് ചൊല്ലിപ്പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് യേശു തൻ്റെ ജീവനെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നത്, അഥവാ യേശു പ്രാണനെ വെടിയുന്നത്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം ചില ക്രിസ്തീയ സഭകൾ ഇന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഭക്തിയുള്ള യഹൂദ പുരുഷന്മാർ, യഹൂദ അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഉറക്കുന്നതിന് മുമ്പായി ഈ പ്രാർത്ഥന ചൊല്ലി അവർ ഉറക്കാറുണ്ട്. ആത്മവിയോഗത്തിൻ്റെ സമയത്ത് യേശു പിതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഏതൊരു ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതാണ്, അനുകരണീയമായ ഒരു മാതൃകയാക്കേണ്ടതാണ്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ എന്നാണല്ലോ പ്രാർത്ഥിച്ചത്. അന്ത്യനാളുകളിൽ യേശുവിൻ്റെ ചിന്ത ശാരീരികമോ ഭൗമികമോ ആയിരുന്നില്ല, മറിച്ച് ആത്മാവിനെ ബാധിക്കുന്ന ഒന്നായിരുന്നു യേശുവിൻ്റെ സമാപന പ്രാർത്ഥന എന്നത് ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഊർധ്വശ്വാസം വലിക്കുന്ന അന്ത്യനിമിഷങ്ങളിൽ പോലും ചിലർ ആത്മാവിൻ്റെ അന്തരഗതിയെ പറ്റി ഗണ്യമാക്കാതെ പുത്രകളത്രാദികളെ പറ്റിയും ഐഹിക സമ്പാദ്യ സുഖങ്ങളെക്കുറിച്ചും വ്യാകുലപ്പെട്ട് മരണഭീതിയിലായി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ യേശു അതിൽ നിന്ന് നേരെ വിപരീതമായി മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്ന് സകല മനുഷ്യർക്കും മാതൃകയാവുകയാണ്. പ്രാണനാഥന്റെ അന്ത്യവചനം ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചുവല്ലോ. തനിക്ക് വേണ്ടിയുള്ള ക്രൂശിലെ ഒരേ ഒരു പ്രാർത്ഥനയും ഇത് തന്നെ ആയിരുന്നു. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ച് മാതൃകയായ യേശു കർത്താവ് ഒരു മനുഷ്യൻ എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കണമെന്നും തൻ്റെ ജീവിതം കൊണ്ട് കുരിശിൽ ഒരു മാതൃക കാണിച്ചു തരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രിയരെ, പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തെ പുൽകാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായി നാം കരുതേണ്ടതാണ്. ഏതൊരു ദൈവ പൈതലും അങ്ങനെ ആഗ്രഹിക്കേണ്ടതുമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായി, യേശു മരണത്തെ പ്രത്യാശയോടെ നോക്കി കാണുന്നു. യേശു മരണത്തെ പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുന്നു. മരണത്തിന് തൊട്ടു മുൻപ് ഉറങ്ങാൻ പോകുന്ന ഒരു സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു പ്രാണനെ വെടിയുന്നത്. അതിലൂടെ യേശു മരണത്തെ ഒരു നിദ്രയോട് ഉപമിക്കുകയാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലും മരണമെന്ന പ്രഹേളികയെ യേശു ഒരു നിദ്രയായാണ് വീക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ ലാസർ നിദ്ര കൊള്ളുന്നു എന്നും യായിറോസിന്റെ മകൾ ഉറങ്ങുന്നു എന്നും യേശു പറഞ്ഞപ്പോൾ ചുറ്റിലും കൂടി നിന്നവർക്ക് അത് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, അഥവാ അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞും ഇല്ല. ചില മണിക്കൂറുകളോ ചില മിനിറ്റുകളോ കഴിയുമ്പോൾ ഉണരും എന്നുള്ളതിനെയെല്ലാം നമ്മൾ ഉറക്കമെന്നും, എന്നാൽ ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, ഉണരുകയില്ല എന്ന് ഉറപ്പുള്ളതിനെയൊക്കെ നമ്മൾ മരണമെന്നും വിളിക്കാറുണ്ട്. എന്നാൽ പിതാവ് അയച്ചിട്ട് വന്ന യേശു എന്ന ദിവ്യപുത്രൻ ഇതാ പിതാവിങ്കിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇതിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒരു വിശ്വാസിയായ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ഒരു വിശ്വാസിയായ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ദൈവത്തിങ്കലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. യേശുവിങ്കലേക്കുള്ള, ദൈവത്തിങ്കലേക്കുള്ള ഒരു മടങ്ങിച്ചേരലാണ് മരണം എന്നത്. യേശു തൻ്റെ 33-ാമത്തെ വയസ്സിൽ പ്രാണൻ വിടുമ്പോൾ യൗവനത്തിൽ വന്നു ചേർന്ന മരണത്തെക്കുറിച്ചോർത്ത് അലോസരപ്പെടുകയോ
വേദനപ്പെടുകയോ ചെയ്യുന്നില്ല. ആത്മാവ് എവിടേക്ക് പോകും എന്നോർത്ത് ആകുലചിത്തനാകുന്നില്ല. മരണശേഷമുള്ള കാര്യങ്ങളെ ഓർത്ത് പരീക്ഷീണനാകുന്നില്ല. ഇപ്പോൾ കുരിശിൽ മരണസമയത്ത് പ്രാണവേദനയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയിൽ യാതൊരു വിധത്തിലുള്ള അസഹിഷ്ണുതയും കാണിക്കുന്നില്ല. പിന്നെയോ കുരിശിൽ മരണത്തെ നേർക്കുനേർ മുഖാമുഖം കാണുമ്പോഴും പ്രത്യാശിക്കുകയാണ്. ആത്മാവിനെ ഞാൻ എവിടെയെങ്കിലും വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ആത്മാവിനെ പിതാവേദ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് അധികാരത്തോടുകൂടെ തന്നെ യേശു പറയുകയാണ്. പ്രിയരെ, മരണത്തെ പ്രത്യാശയുടെ കിടക്കയായി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥപൂർണമായി തീരുന്നതെന്ന് ഓർത്തിരിക്കുക. യേശു തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം അധികാരത്തോടെ തൻ്റെ ആത്മാവിനെ തിരികെ ഏൽപ്പിക്കുന്നതിലൂടെ ദേഹവിയോഗത്തിനു ശേഷം മനുഷ്യാത്മാവ് നശിക്കാതെ നിലനിൽക്കുന്നു എന്നും അത് നമുക്ക് നൽകിയ ദൈവത്തിങ്കലെ അടുക്കലേക്ക് ദൈവമക്കളുടെ ആത്മാക്കൾ മടങ്ങിപ്പോകുമെന്നും യേശു തെളിയിക്കുകയാണ്. അതായത് ക്രൂശിലെ അവസാന മൊഴി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മനുഷ്യ ജീവിതം എന്നത് മരണത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു നിത്യജീവൻ നമുക്കുണ്ട് എന്നും ആ നിത്യജീവൻ നാം വിശ്വാസത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നേടിയെടുക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ അവസാന തിരുമൊഴി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, 7 ഒരു വിശുദ്ധ സംഖ്യയായി പരിഗണിക്കപ്പെടുന്നു. അത് പൂർണ്ണതയെയും തികവിനെയും കുറിക്കുന്ന ഒരു സംഖ്യയാണ്. 7ാമത്തെ തിരുമൊഴിയോടുകൂടെ ക്രിസ്തു ശരീരം വിട്ട് സ്വതന്ത്രനായി ശാന്തിയും സ്വസ്ഥതയും പ്രാപിക്കുന്നു എന്ന് തിരുവെഴുത്തിലൂടെ നമുക്കറിയാനായി കഴിയും. പ്രാർത്ഥിച്ച് ജീവൻ വെടിഞ്ഞ യേശു മരണത്തെ പ്രത്യാശയുടെ ഒരു നവ്യ അനുഭവമാക്കി തീർക്കുകയാണ്. മരണം നമ്മുടെ ജീവിതത്തെയും ഗ്രസിക്കുന്ന നാളിൽ ഭയരഹിതമായി പ്രത്യാശയാൽ മരണത്തെ അഭിമുഖീകരിച്ച് നിത്യജീവന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ ധ്യാന ചിന്തകൾ നമ്മെ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന നവ്യാനുഭവത്തിൻ്റെ നാളുകളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ദൈവകൃപകളും നേരും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ.